ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. രഹസ്യമായിട്ട് ചോദിച്ചാൽ പോരെ? എന്തോ അല്ലെ ആൾക്കാരെ മുമ്പ് വെച്ച് ചോദിക്കുന്ന വേണോ? തീർച്ചയായിട്ടും. മമ്മൂക്ക ഇവിടെ കൈരളിയെ പറ്റി പറഞ്ഞു, 14 കൊല്ലത്തിനെ പറ്റി പറഞ്ഞു, കൈരളിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ എത്രമാത്രം കൈരളിയിലൂടെ അംഗങ്ങൾ അല്ലെങ്കിൽ സാരഥികൾ അല്ലെങ്കിൽ കൈരളിയുടെ സ്റ്റാഫ് ടീം മമ്മൂക്കയെ സ്നേഹിക്കുന്നു, മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് 2-3 ദിവസമായിട്ട് എനിക്ക് നേരിട്ട് അനുഭവം വന്നു. അതൊന്ന് പറഞ്ഞ് മമ്മൂക്കയുടെ അടുത്ത് ഒന്ന് പറയണമെന്നൊരാഗ്രഹം. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മിമിക്രി പറയുമായിരുന്നു. കോളേജിൽ പഠിച്ചു 5 കൊല്ലം പഠിച്ചു. 8 കൊല്ലം. മുകേഷ് കോളേജ് പഠിക്കുമ്പോഴാണ് കൈരളി തുടങ്ങിയത്. അപ്പോൾ കൊല്ലത്ത് എനിക്കൊരു പ്രോഗ്രാം കിട്ടി. അന്നൊക്കെ പ്രോഗ്രാം കിട്ടുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. മാർത്തോമ കോളേജിലെ മാർത്തോമ സഭയുടെ ഒരു പ്രോഗ്രാം, പള്ളിയിലച്ചന്മാരുടെ പ്രോഗ്രാമാണ്. ബാക്കിയുള്ള മിമിക്രിക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. പള്ളിയിലും കയറി പറ്റിയോ, അച്ഛന്മാരുടെ പ്രോഗ്രാമോ? ഞാൻ പറഞ്ഞു അതെ, അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു അതെ. എന്നാൽ പ്രോഗ്രാം അടുക്കും തോറും അച്ഛന്മാരെന്നെ വിളിച്ചിട്ട് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ്, ഒന്ന് കേൾക്കട്ടെ, ഞങ്ങളിതിനായിട്ട് മിമിക്രി കേട്ടിട്ടില്ല, ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. അവരെന്നെ പരീക്ഷിക്കുകയായിരുന്നു, അച്ഛന്മാർക്കെതിരെ എന്തെങ്കിലും ഞാൻ പറയുമോ. ഇവിടെ പറഞ്ഞു വരുന്നത്, കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കൈരളി എന്നെ ക്ഷണിച്ചു. ചെയർമാനെ ഞാനാണ് ക്ഷണിക്കേണ്ടത്, ചെയർമാനുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് എന്താണ് പറയാൻ പോകുന്നത്, ചെയർമാനെ എന്തെങ്കിലും കുഴപ്പം പറയുമോ, എന്തെങ്കിലും തെറ്റ് പറയുമോ? മുകേഷിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കണം. പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് മനസ്സിലായി എത്രമാത്രം മമ്മൂക്കയെ അവർ സ്നേഹിക്കുന്നു. ഒരു പോറൽ പോലും അല്ലെങ്കിൽ ഒരു വിഷമം പോലും അദ്ദേഹത്തിന് ഉണ്ടാകരുത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് ജനങ്ങളുടെ ഭാഗത്താണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്കറിയേണ്ട ആഗ്രഹം, അവർ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ, 1-2 ചെറിയ ചോദ്യങ്ങൾ മമ്മൂക്കയോട് ഈ നിമിഷം ഇവരുടെ മുന്നിൽ വെച്ച് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചോദ്യം നമ്പർ 1, എനിക്ക് കുറച്ചൊക്കെ അറിയാം, എന്നാലും പൂർണ്ണമായി അറിയണം. ഞാൻ പറയട്ടെ, 1 എത്രയാണ്? അല്ലേ 1 അത്ര അതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഇവിടെ സുരാജ് വെഞ്ഞാറമ്മൂട് മമ്മൂട്ടി ഫാൻസ് ഒന്ന് കൈയടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഗംഭീരമായി കൈയടിച്ചു. മോഹൻലാൽ ഫാൻസ് കൈയടിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും ഗംഭീരമായിട്ട് കൈയടിച്ചു. അതിനർത്ഥം 2 ഫാൻസുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമ്പർ 1. ഞാനിത് മോഹൻലാലിനോട് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രമാണ് GK. ന്യൂഡൽഹി എന്ന സിനിമയിൽ മമ്മൂക്ക അനശ്വരമാക്കിയ GK എന്ന കഥാപാത്രം, അത് ഞാൻ മോഹൻലാലിനോട് ഇതേപോലൊരു വലിയ സദസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് മോഹൻലാലിന് കിട്ടിയിരുന്നെങ്കിൽ ഇതേപോലെ അഭിനയിക്കുമോ, ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയാക്കുമോ എന്ന് ചോദിച്ചു. അപ്പം സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോ ശൈലി. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, വെട്ടൊന്ന് തുണ്ട് 2, നന്നാക്കുമോ ഇല്ലയോ? അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷേ നന്നാക്കിയേക്കാം. കിരീടം എന്ന സിനിമയിൽ സേതുമാധവൻ്റെ റോൾ മമ്മൂക്കയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ മോഹൻലാലിനേക്കാൾ കൂടുതൽ നന്നാക്കുമോ ഇല്ലയോ? നമുക്ക് എല്ലാവർക്കും എപ്പോഴും തോന്നുന്ന സംശയമാണ്. ഇത് മമ്മൂക്ക തന്നെ പറയട്ടെ. ഓരോ സിനിമയും ഓരോ നടന്മാരുടെ അഭിനയം നമ്മൾ ഒരിക്കൽ കണ്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു പോയാൽ അത് മറ്റൊരു നടൻ എങ്ങനെ അഭിനയിച്ചാലും നമുക്കൊരു തൃപ്തിയാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. മോഹൻലാലിൻ്റെ കിരീടം ഞാൻ അഭിനയിക്കുന്നെങ്കിൽ വേറൊരു തരത്തിലായിരിക്കും. അതിനേക്കാൾ നന്നാകുമോ അല്ലെങ്കിൽ അത്രയും നന്നാകില്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് നമ്മൾ പരീക്ഷിച്ച് നോക്കണം. പക്ഷേ ഏതായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ചോദ്യം നമ്പർ 2, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ ആ ദിവസം മുതൽ കാണാൻ തുടങ്ങിയ ആളാണ് അദ്ദേഹം. അഭിനയത്തിലും ജീവിതത്തിലും ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഭിനയിക്കേണ്ടത്, നടനായിട്ട് നിൽക്കേണ്ടത്, മനുഷ്യനായിട്ട് നിൽക്കേണ്ടത്,
ഒരു റോൾ മോഡലായിട്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. പക്ഷേ ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്, 1-2 മൈനസ് പോയിന്റ്. അതായത് എനിക്കും മോഹൻലാലിനും ഞങ്ങളെ ഒരു സദസ്സിന്, ഒരു സംഘത്തിന് അത് മൈനസ് പോയിൻ്റായിട്ട് തോന്നുന്നു. കാരണം വലിയ ഇമേജ് കോൺഷ്യസ് ആണ് അദ്ദേഹം. പ്രത്യേകിച്ച് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിംഗ്ലിംഗ് ഒന്നുമില്ല. കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നും വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ഹൈദരാബാദിൽ സൈന്യം എന്ന് പറഞ്ഞൊരു സിനിമ. മലയാളത്തിലെ വളരെ പ്രശസ്തയായ ഒരു നടി ലോബിയിൽ വെച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ആ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടില്ലേ, മമ്മൂക്കെ പറ്റത്തില്ല, ഇത് കേൾക്കണം, ഫുൾ കേൾക്കണം. മമ്മൂക്കയെ രാവിലെ കണ്ടിരുന്നു, പക്ഷെ അദ്ദേഹം പെണ്ണുങ്ങളടുത്തൊന്നും സംസാരിക്കത്തില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കെട്ടിപ്പടുത്തിക്കൊണ്ട് വന്നു. അത് പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യാം. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? മുകേഷേ, അത് ഒരു ചോദ്യമല്ല, ഒരു 1.5 ചോദ്യം. പശ്ചാത്തപിക്കാൻ അതൊരു തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ല പശ്ചാത്തപിക്കേണ്ട കാര്യമുള്ളൂ. ഈ പറയുന്നത് ശുദ്ധ നുണയാണ്. ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് മിണ്ടില്ല. പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ബറവൽ വരുമെന്ന് പറയുന്നത് വെറുതെയാണ്. അങ്ങനെ പക്ഷേ ഇവർ സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. അവർക്കൂടെ താല്പര്യമുള്ളതും അവർക്കൂടെ മാന്യമായി തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങൾ എനിക്ക് അവരോട് സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും. പിന്നെ ഇവരൊക്കെ കൂടെയുള്ള സമയത്ത് നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടാറില്ല. അങ്ങനെയുണ്ട്. മുകേഷ് ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ തന്നെ 1.5 മണിക്കൂർ എടുക്കുന്നു. പോയി എസ് ഓർ നോ ഉത്തരവേ എൻ്റെ കയ്യിലുള്ളൂ. ഇത്രയും നീളത്തുള്ളൊരു ഉത്തരം പറയാനും എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും, ഒരുപാട് വാചാലന്മാരാകാൻ പറ്റും. മുകേഷിൻ്റെ ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ ഈ ഒരു ചോദ്യം വന്നത്, ചോദ്യം ഇതാണ്, പെണ്ണുങ്ങളോട് സംസാരിക്കാത്ത എന്താണെന്ന്. അതിനെന്തോരം കഥ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ സ്ത്രീകളോട് സംസാരിക്കുന്നത്. അവർക്ക് എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത് ആർക്കറിയാം. മുകേഷ്, എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം എന്താണെന്നറിയാം. നമുക്ക് പറയാൻ വേണ്ടി ഇരുന്ന ഒരു ഉത്തരം ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതെങ്ങനെ കാണുന്നത്? എനിക്കറിയാം. എന്താ മറ്റേ ജംഗ്ഷനൊന്നും അല്ലല്ലോ. മമ്മൂക്കയുടെ ചില ഹൃദയത്തുടിപ്പുകൾ ഞാനിങ്ങനെ ആവാഹിക്കാറുണ്ടല്ലോ. അതായത് ഈ മുകേഷൊക്കെ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ മമ്മൂക്കയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. ഫുൾ ടൈം അവിടെ തന്നെയാണല്ലോ. അതാണ് പറയാൻ വേണ്ടി വന്നത്. സൗഹൃദത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. പക്ഷേ ഈ നിമിഷം വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഭയക്കണ്ട, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഏത് സമയത്തും അദ്ദേഹത്തോട് സംസാരിക്കാൻ മുന്നോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ മുകേഷിൻ്റെ സ്വഭാവത്തിൽ മമ്മൂക്കായ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തലവേദാണ്? മുകേഷിൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഈ മുകേഷ് പറഞ്ഞതുപോലെ ബലൂൺ എന്ന സിനിമയിൽ ഞാൻ 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും സീനിയോറിറ്റി എനിക്കുള്ളൂ. ഞാൻ 2 കൊല്ലം ലോ കോളേജിൽ സീനിയറാണ്. അത്രയും പരിചയം എനിക്ക് നിയമവുമായിട്ടുള്ളൂ. പക്ഷെ അന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന മുകേഷ് തന്നെയാണ് ഇന്നും. ഇത്രയൊന്നും ഇല്ലെങ്കിലും അന്നും ലേശം കുടവേറൊക്കെ ഉണ്ട്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എത്ര ഗൗരവമുള്ള കാര്യത്തിലായാലും അതിലൊരു നർമ്മം കണ്ടെത്തുകയും ആ നർമ്മം ആസ്വദിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് മനോഹരമായി പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു വലിയ കഴിവാണ്. നമ്മൾ ഓരോ കാഴ്ച കാണുമ്പോഴും നമുക്ക് ഓരോ തരത്തിലാണ് കാണുന്നത്. നമ്മളൊരു പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. അതിനകത്തൊരു തമാശ, അതിനകത്തൊരു ലാളിത്യം, അതിനകത്തൊരു നർമ്മം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി കിട്ടുന്ന ഒരു കഴിവാണ്. കഴിവെന്ന് ഞാൻ പറയുന്നില്ല, അതിന് ശക്തിയാണ്. ഇറ്റ്സ് എ പവർ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പോൾ ഒരാളെ കണ്ടാൽ അയാളുടെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ അയാൾ എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ അയാളിൽ എന്തെങ്കിലും അയാളുടെ മുഖത്ത് മിന്നിമറയുന്നൊരു വികാരം, അയാളൊരു പ്രവൃത്തിയോ അയാളൊരു ചേഷ്ടയോ എനിക്കൊരു ആക്ടർ എന്ന നിലയിൽ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ആയിരിക്കും ഞാനൊരു പക്ഷേ കണ്ടെത്തുക. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അതേ ഒരു ആക്ടർ തന്നെയാണെങ്കിലും അയാൾ എന്താണ് നമുക്ക് അതിലൊരു തമാശ കണ്ടെത്താൻ സാധിക്കുന്നത്. അയാളുടെ പ്രവൃത്തികൾ നമ്മുടെ കഥാപാത്രത്തിൽ എന്തൊരു കോമിക് ഉണ്ടാക്കാൻ പറ്റും. ഓരോ ആക്ടേഴ്സും ഓരോ നടനും ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നതിലൊരു ഒബ്സർവേഷനുണ്ട്. അത് തീർച്ചയായിട്ടും മുകേഷ് വളരെ രസകരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. പലപ്പോഴും മുകേഷ് അഭിനയിക്കുന്ന സിനിമകളുടെ കഥ എന്നോട് പറയുമ്പോൾ നമുക്ക് ആ സിനിമ കണ്ട പ്രതീതിയാണ്.
അങ്ങനെ പല സിനിമകളുടെ കഥകളും എന്നോട് പറയുന്ന കൂട്ടത്തിൽ ഞാൻ മുകേഷിനോട് പറഞ്ഞു, എന്തുകൊണ്ട് മുകേഷിനൊരു തിരക്കഥ എഴുതി ഒരു ചിത്രം സംവിധാനം ചെയ്തുകൂടാ? ഞാൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾ ആ പടത്തിൽ അഭിനയിക്കാം. ഇത് പറഞ്ഞിട്ട് ഏകദേശം ഹിറ്റ്ലറിൻ്റെ സമയത്ത് മറ്റാന്ന് തോന്നുന്നു. ഇതുവരെ പക്ഷേ മുകേഷിനത് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് മുകേഷിനെ ഇപ്പോൾ ഏകദേശം അതിനൊരു ധൈര്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ പരിചയമുള്ള ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അത് എനിക്ക് തോന്നുന്നു. എനിക്ക് തന്നെ ആ പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം മുകേഷ് ഉണ്ടാക്കി തരുമെന്നാണ്. ഈ കണക്കിന് ഞാൻ ഏതൊക്കെ ഒരു ചാൻസും ചോദിച്ചു. മുകേഷിൻ്റെ സ്വഭാവത്തിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഘടകം എന്താ? ഞാൻ മാറുകയാണേ. മുകേഷിൻ്റെ സ്വഭാവത്തിൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്തതായിട്ട് പ്രത്യേകിച്ചും തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഇഷ്ടപ്പെടാത്തൊന്നും എന്നോട് കാണിക്കാൻ ചോണ്ടായിരിക്കാം. ഈ പറയുന്ന പോലെ ആളുകളെ പറ്റി കഥകളുണ്ടാക്കാനും അത് രസകരമായിട്ട് അവതരിപ്പിക്കാനും വലിയ താല്പര്യമുള്ള ആളാണ്. ചില ആളുകൾക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ മനക്കെട്ടിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വിഷമം തോന്നും. അത് പക്ഷേ അതൊരു തമാശയായിട്ട് കണക്കാക്കാനോ, ഇപ്പോൾ ഇന്നസെൻ്റ് ഇപ്പോൾ എന്നെപ്പറ്റി ഒരു കഥയുണ്ടാക്കിയാൽ ഇന്നസെൻ്റ് ആദ്യം എന്നോട് വിളിച്ചു പറയും, തന്നെപ്പറ്റി ഞാനിങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെയുണ്ട്, ഇത് വിടട്ടെ എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല വിട്ടോളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ വിടുകയുള്ളൂ. മുകേഷിന് ആ സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ എന്നെപ്പറ്റിയുള്ള കഥകളുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കില്ല. പക്ഷേ ചോദിക്കുന്നതിന് മുമ്പ് എന്നെ ചൂടാറുന്നതിന് മുമ്പ് ചിലപ്പോൾ അത് വിട്ടുപോകും. അങ്ങനെ അതൊരു ദുസ്വഭാവമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ പലപ്പോഴും അദ്ദേഹം ആളുകളോട് ആളുകളെ എല്ലാത്തിലും ഒരു നർമ്മം കണ്ടെത്തുന്ന ആളായതുകൊണ്ട് അദ്ദേഹം കഥയുണ്ടാക്കുന്ന ആളുകളെ പറ്റി പിന്നെ പല കഥകളും പല ആൾക്കാരുടെ പേരിൽ പറയും. ഇപ്പം എന്നെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കിയാൽ അത് ചിലപ്പോൾ വേറെ ആൾക്കാരുടെ പേരിലും പറയും. അതൊക്കെ അങ്ങനെ കാണുന്ന ആളുകളാണ് ഈ സിനിമയിലുള്ളവരെല്ലാവരും. അതുകൊണ്ട് ഒരാൾക്കൊരു ദുസ്വഭാവം എന്ന് പറയാൻ ഒക്കില്ല. ചിലരുടെ സ്വഭാവങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളല്ല, അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ തന്നെയാണ്. ഇപ്പം ഇത്തിരി മോശമായാലും. ചുരുക്കത്തിൽ തങ്കപ്പെട്ട സ്വഭാവക്കാരനാണ് ഈ മുകേഷ്. പൊന്നപ്പനല്ല. ഇത് വലിയൊരു ചരിത്രപരമായ ദൗത്യമാണ് ഞാൻ നിറവേറ്റിയത്. കാരണം എപ്പോഴും എത്രയോ കൊല്ലമായിട്ട് മമ്മൂക്കയെക്കുറിച്ചൊരു ഭയങ്കരമായ തെറ്റിദ്ധാരണയുണ്ട്. ഭയങ്കര സീരിയസ് ആണ്, നിങ്ങളടുത്തൊക്കെ സംസാരിക്കുമോ, നിങ്ങളടുത്തൊക്കെ തമാശ പറയുമോ. പക്ഷേ അതിനുള്ള സാഹചര്യവും അതിനുള്ള ചോദ്യങ്ങളും വേദിയും കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം വെറും മോഹൻലാലാണ്. മമ്മൂട്ടിയാകുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ഇവിടെയാണോ? ഇവിടുന്നൊക്കെ ചില കുമ്പളകൾ വരുന്നുണ്ട്. അതെ, ചോദ്യം വല്ലതും ചോദിക്കണോ? ചോദിച്ചോ. ഇപ്പൊ എന്താ റെഡിയായി നിൽക്കുകയാണ്. ഞാനൊരു വിദ്യാർത്ഥി, ഇവരെല്ലാം മാഷന്മാരുമാണ്. എല്ലാവരോടും ചോദ്യം ചോദിക്കാൻ പറ്റും. എനിക്ക് ആദ്യം മുകേഷ് ഏട്ടനോടാണ് ചോദിക്കാനുള്ളത്, അതിനുശേഷം മമ്മൂക്കാട്. ഇന്ന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ബാല്യകാല സഖി ഇക സൂപ്പർ ഹിറ്റ്, അത് അറിഞ്ഞു വളരെ 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 സന്തോഷം. ഗംഭീരമായിട്ട് കേരളത്തിൽ കംപ്ലീറ്റ് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമൊക്കെ. ഇക്കാലത്ത് എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ മുകേഷ് ഏട്ടനും മമ്മൂക്കടുത്ത് ചോദിച്ചു, കിരീടം എന്ന സിനിമയിൽ മമ്മൂക്ക പെർഫോം ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്ന്. ഞാൻ മുകേഷ് ഏട്ടനോട് ചോദിക്കട്ടെ, മുകേഷ് ഏട്ടൻ്റെ ഏറ്റവും ഹിറ്റായി ഓടിയ ഒരു പടത്തിൻ്റെ പേര് പറഞ്ഞേ. ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? പെട്ടെന്ന് പറയേ. ഗോഡ് ഫാദർ. അതിൽ മുകേഷ് ഏട്ടൻ്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അതിനേക്കാളും ഓടില്ലായിരുന്നോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ? ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ഓക്കെ, ഇനി മമ്മൂക്കയോട് ഞാൻ പിന്നെ അനുഭവം കൊണ്ടും കഴിവ് കൊണ്ടും ഞാൻ ഇക്കയേക്കാൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇക്ക, എനിക്ക് മമ്മൂക്കയാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എത്രയോ പ്രാവശ്യം ഓഡിയൻസിന് മുമ്പിൽ ഇങ്ങനെ മമ്മൂട്ടിയായിട്ടല്ലേ ഇവിടെ വന്നത്. നീ എന്ത് മമ്മൂട്ടിയാകാനാണ്? മമ്മൂട്ടിയാണല്ലോ ഓൾറെഡി. ഉദ്ദേശിച്ചത് ആകാര ഭംഗിയാണോ അതോ അഭിനയമാണോ? അഭിനയം കിട്ടാൻ എന്ത് മുകേഷ് അതൊന്ന് പറഞ്ഞു കൊടുക്കുന്ന അത് ആദ്യം ശബ്ദം ഒന്ന് ഖനപ്പിക്കണം. പിന്നെ ഖനപ്പിച്ചോ? ഇത് ഓർമ്മയുണ്ട്. അപ്പൊ ഓക്കെ. അല്ല, സാറെന്താ പേന മാത്രം എടുക്കാത്തത്? ഇന്ന് പേനയില്ല, ബാക്കി മൈക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ പേനയും വെച്ചോണ്ടാ മറ്റേതിലിരിക്കുന്നത്. ഇനി ഇക്കയോട് അല്പസമയം സംവദിക്കാനായിട്ട് മറ്റൊരു താരത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ്, മിസ്റ്റർ കലാഭവൻ മണി. അങ്ങനെ നിങ്ങൾക്ക് മാത്രം അഭിപ്രായം പറഞ്ഞ പോലെ ഇക്കയെ പറ്റി
എനിക്കും പറയാനുണ്ട്. എനിക്കൊരു അനുഭവമാണ് ഉണ്ടായത്. ഈ നിൽക്കുന്ന പൊന്നിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കലാഭവൻ മണി തമിഴും തെലുങ്കും കന്നഡ സിനിമയിലൊന്നും അഭിനയിക്കില്ല. അതിനാദ്യം നന്ദി പറയണേക്കോട്. കാരണം മറുമലർച്ചി എന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്നെ അഭിനയിക്കാൻ ആദ്യമായി വിളിച്ചിട്ട് അതിലെനിക്ക് കിട്ടിയ വേഷം ഒരു പെണ്ണിൻ്റെ ഗെറ്റപ്പിൽ സാരി, ബ്ലൗസ്, അണ്ടർസ്കേർട്ട് ഇതെല്ലാം ഉടുത്തൊരു തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന സീനാണ്. അപ്പൊ താഴെ വയ്ക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അതെ, സത്യം. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറുന്ന സീനായി. ഇപ്പോൾ മമ്മൂക്ക പറഞ്ഞു, നീ അതിൻ്റെ മുകളിൽ കയറണ്ട, സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേക്ക്, ഞാൻ സല്ലാപത്തിൽ തെങ്ങുമ്മ കയറിയ ആളാ, അതുകൊണ്ട് കുഴപ്പമില്ല. കയറണ്ട എന്ന് പറഞ്ഞാൽ കയറണ്ട, നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ കേൾക്കാം. അങ്ങനെ മമ്മൂക്കയുടെ വാക്ക് കേൾക്കാതെ കണ്ട് തന്നെ ഞാൻ ഈ ലേഡി ഗെറ്റപ്പിൽ തെങ്ങിൻ്റെ മുകളിൽ കയറി. അതിന് മുകളിൽ കയറിയപ്പോൾ പട്ടയിൽ പിടിച്ച വശം തന്നെ ഈ അണ്ടർസ്കേർട്ട് ഊരിപ്പോന്നു. അപ്പോൾ ഈ അണ്ടർസ്കേർട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ പട്ടയിൽ നിന്ന് കൈവിട്ടു. ഇക്കൻ്റെ നാക്കിൻ്റെ പുണ്യം പോലെ തന്നെ ഞാൻ താഴെ വീണു. അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നല്ല കൈഡിയായിരുന്നു. തമിഴിൽ പറഞ്ഞു, യാറുവൻ എന്നെ ரொம்ப സൂപ്പർ നടിக்கிறேன், എങ്കിൽ ഒറിജിനൽ നടിக்கிறேன், കടവുള്ളേ നല്ല ഇருக்கு. എല്ലാവരും കൈയടിച്ചു. കുറച്ച് കഴിഞ്ഞ് കസേരയിൽ തന്നെ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിൽ ഞാൻ താഴെ വീണതാണ്. എന്തായാലും ഇക്ക വലിയൊരു എന്താ പറയുക, ഒരു മാർഗം ആണ് കാണിച്ചു തന്നത്. അതിന് 1000 നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ആ സിനിമയിൽ വടിവേലു എന്ന് പറയുന്നൊരു വലിയ നടൻ, അന്നത്തെ ഇപ്പോഴും അദ്ദേഹം വലിയ ആക്ടർ തന്നെയാണ്, അഭിനയിക്കായിരുന്നൊരു വേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിനന്ന് ആ പടം തുടങ്ങുന്ന സമയമായപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അഭിനയിക്കാൻ, അതുകൊണ്ട് വേറെ നമുക്ക് ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മണിയുടെ കാര്യം പറഞ്ഞു. മണി കണ്ടു, മണിയുടെ പടങ്ങളെ കാണിച്ചു കൊടുത്തു. അപ്പം അവർ അമ്മച്ചു മണി ഇടാമെന്ന് പറഞ്ഞു. പക്ഷെ തമിഴിൽ കൂടുതലും കലാഭവൻ മണി എന്ന് ആരും പറയാറില്ല, കലാമണി എന്നാണ് പറയുന്നത്. അന്ന് ആ പടത്തിൽ മണിയുടെ ശബ്ദമല്ല, വേറൊരാളുടെ ശബ്ദമാണ്. പിന്നീട് പക്ഷേ മണി അതിനുശേഷം ഒരുപാട് സിനിമകളിൽ ഒരുപാട് വലിയ വലിയ വേഷങ്ങൾ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമൊക്കെ അഭിനയിച്ച് അത്യാവശ്യം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയ നടനായി. അത് ഞാനൊരു കാരണക്കാരനല്ല, അങ്ങനെ ഒരു അവസരമുണ്ടായതാണ്. അത് മണിയുടെ ഭാഗ്യം. അത് ഉപയോഗിക്കാൻ മണിക്ക് സാധിച്ചു. അത് മണിയുടെ കഴിവ്. എന്തായാലും ഞാൻ ഇവിടെ വന്നപ്പോൾ എക്കയെ കുറിച്ച് ഒരു പാട്ടിൻ്റെ 2-3 വരി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് ഇവിടെ വെച്ച് പാടിയില്ലെങ്കിൽ ശരിയാവില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. വടക്കമ്പാട്ടിലെ വില്ലൻ, നാടിൻ്റെ സ്വന്തം മിക്ക, നല്ല നടനായി എന്നും മമ്മൂക്കയാണ് എനിക്കിഷ്ടം. യാത്രയിൽ നല്ലൊരു ഭാവം, സ്വന്തം മാടയിൽ നല്ലൊരു വൃദ്ധൻ, സത്യൻ മാഷോടൊപ്പം പണ്ട് തോണി തുഴഞ്ഞൊരു കാലം. സൂര്യമാനസത്തിൽ പൊട്ടൻ, മായാവിലെന്തു ചന്തൻ, മതിലുകൾക്കുള്ളിൽ വെറും ബന്ധം, മമ്മൂക്കയാണ് എനിക്കിഷ്ടം. രാജമാണിക്യത്തിൽ 1, പ്രാഞ്ചിയട്ടം വരെ 1, ബാബുട്ടി നാമത്തിൽ 1, ആ ബാല്യകാല സഖി പൊന്ന്. എത്രയോ അവാർഡുകൾ കിട്ടി, എത്രയോ വേഷങ്ങളാടി, ഇത്രയും സുന്ദരനാരൊരു നായകൻ വേറെന്തു ഭാഷയിലുണ്ട്. മമ്മൂക്ക ഞാനൊന്ന് കണ്ടു മായ ബസാറിൽ കൂടെ, മലയാള ഭാഷയ്ക്ക് സ്വന്തം, ഇക്ക മലയാള സിനിമയ്ക്ക് പുണ്യം. കൈരളി ചാനലിൻ്റെ പരിപാടി, ഞാനിവിടെ നിൽക്കുമ്പോൾ പിന്നെ മണി എന്ത് മോശം പറയാൻ എന്നെപ്പറ്റി. സന്തോഷം. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനി ഇതുപോലെ എല്ലാ ആഴ്ച ഓരോന്ന് എഴുതണം. പിന്നെന്താ, ഇനി അടുത്ത ആഴ്ച മുകേഷിനെ കുറിച്ച് എഴുതണം.